അപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ കണ്ടിട്ടുള്ള ഒരു ബേബി ചിക്ക് ഉണ്ടല്ലോ, നമ്മൾ അതിനൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേബി ചിക്കാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റിൽ ട്രൈ ആണ്. ആൻഡ് അതാണ് ഈ ഒരു ലുക്കിലിരിക്കുന്നത് കേട്ടോ. എനിക്കറിയാം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ബട്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ രണ്ടാമത്തെ തവണയായിട്ട് ഞാനൊരു ബേബി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അത് നിങ്ങൾക്കും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യാണ് വേണം, ഹുക്ക് വേണം. യാണിനനുസരിച്ചിട്ടുള്ള ഹുക്ക് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തിക്കുള്ള യാണാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹുക്ക് എടുക്കാൻ ശ്രമിക്കുക. ആ യാണിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഏത് ഹുക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് സിസേഴ്സ്, നമ്മുടെ സ്റ്റിച്ച് മാർക്കർ, പിന്നെ ഒരു നീഡിൽ, ഇത്രയാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു പിങ്ക് കളർ യാണാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോ കളർ യാണിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മാജിക് റിംഗ് ആണ് കേട്ടോ. അപ്പോൾ മാജിക് റിംഗ് ആണ് നമ്മൾ ഈ ഒരു ബേബി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി വേറൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസും കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്രോഷ്യയിൽ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ സ്റ്റിച്ചസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അഥവാ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. ഞാൻ കാണുന്ന കമൻറ്റൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മാജിക് റിംഗ് നമ്മൾ ചെയ്തിട്ട് നമ്മളിതിൽ 6 SC ചെയ്തെടുക്കാൻ പോവാണ്. അതായത് 6 സിംഗിൾ ക്രോഷ്യ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ 6 SC ചെയ്തിട്ടുണ്ട്. ഈ 6 SC ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കണം ഈ ഒരു മാജിക് റിംഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ 6 SC ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാജിക് റിംഗ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മാജിക് റിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് SC ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ഒരു സർക്കിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ മാജിക് സർക്കിൾ കൺഫ്യൂസ്ഡ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. മാജിക് റിംഗ് എങ്ങനെ ചെയ്യണം ഒരു ഷോർട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മാജിക് റിംഗ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് ഇൻക്രീസ് ആണ്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ SC ഉണ്ടല്ലോ, ആ ഓരോ SCയിലും നമ്മൾ 2 SC വെച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് നമ്മൾ 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അതൊന്ന് പോയിൻ്റ് ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്കിളിലുള്ള വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് എവിടെയാണ് സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് എന്നുള്ളത് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ നമ്മളിതാ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 SC വെച്ചിട്ട് ചെയ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മുടെ സ്റ്റിച്ചസ് നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് റൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു SC ചെയ്യുക. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു SC ചെയ്യുക, അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ എന്താക്കണം, ഇൻക്രീസ് ചെയ്യണം. അതായത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 SC ചെയ്ത് കൊടുക്കണം. അങ്ങനെ, അതായത് ഒരു SC 2 SC, ഒരു SC 2 SC എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി തോന്നുന്നുണ്ടെങ്കിലും ചെയ്യാനും ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യം കേട്ടോ. ഇത് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പേരൊക്കെ കേട്ടൊന്നും പേടിക്കണ്ട. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ ടോട്ടൽ 18 സ്റ്റിച്ചസ് നമുക്ക് ആ ഒരു റൗണ്ടിലായിട്ട് വരും. അതും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഉള്ളതിന് TTL ഇത് കൊടുത്തിട്ട് 18 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മൾ എഴുതുന്നത് വായിക്കാനും നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ഞാൻ ഇതിൽ എഴുതിയത് ഫസ്റ്റ് ഒരു SC, പിന്നെ അടുത്തത് ഇൻക്രീസ്, പിന്നെ ടോട്ടൽ 18 സ്റ്റിച്ചസ്. ഈ 1 SC 1 ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കാനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വേറെ ഓരോ ക്രോഷ്യൻ്റെ ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18 സ്റ്റിച്ചസ് ഇതിലായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് 18 സ്റ്റിച്ചസ് വന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ രണ്ടാമത് ചെയ്യണം, നന്നായിരിക്കും. അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടേത് ഷേപ്പ് ഔട്ട് ആയി പോകും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്രോഷ്യൻ്റെ വർക്ക് ഷേപ്പ് ഔട്ട് ആയി പോകും.
അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ നെക്സ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 SC 1 SC 2 SC, അതായത് ഇൻക്രീസ്. അതിന് ടോട്ടൽ 24 സ്റ്റിച്ചസ് നമുക്ക് ഫൈനലി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ടുള്ള ആ ഹുക്ക്, അതായത് സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് അതിൽ ഒരു SC ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റിച്ച് മാർക്കർ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. ആൻഡ് അടുത്തയിലും ഒരു SC ചെയ്ത് കൊടുക്കുക. അടുത്തയിൽ നമ്മൾ 2 SC ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അതായത് ആദ്യത്തെ ഹോളിൽ ഒരു SC, അടുത്തയിൽ ഒരു SC, അടുത്തയിൽ 2 SC, അതായത് ഇൻക്രീസ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ റൗണ്ടിൻ്റെ എൻഡ് വരെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ആ സ്റ്റിച്ച് മാർക്കിന് തൊട്ട് മുന്നുള്ള എൻഡ് വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 1 SC 1 SC 1 SC ഇൻക്രീസ്, ഇങ്ങനെ കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചതിൽ 1 SC ചെയ്ത് കൊടുക്കുക, അതിൻ്റെ തൊട്ടടുത്തയിൽ 1 SC, അതിൻ്റെ അടുത്തയിലും 1 SC, അതിൻ്റെ അടുത്തയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അതായത് 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 30 സ്റ്റിച്ചസ് അതിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ലാസ്റ്റ് കൗണ്ട് ചെയ്യണം, 30 സ്റ്റിച്ചസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്യണം. കാരണം അത് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട് നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും, ആ റൗണ്ട് മാത്രം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് ഷേപ്പ് ഔട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാനിത് എനിക്ക് മുമ്പ് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. ഞാൻ ഇതേപോലെ കൗണ്ട് ചെയ്യുമ്പം എണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ കുഴപ്പമില്ല, അതങ്ങനെ നോട്ടെ. പക്ഷേ ഞാനത് ഫൈനൽ ലുക്ക് നോക്കുമ്പം അത് ഷേപ്പ് ഔട്ട് ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഡോൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഷേപ്പ് ഔട്ട് ആവുന്നത് നല്ല വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടും കൂടെ നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 7 റൗണ്ട്സ് നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഒരു SC വീതം, ഇൻക്രീസ് ഇല്ല, വെറും ഒരു SC വീതം ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, ആ ഒരു റൗണ്ടിൻ്റെ എൻഡിങ്ങിൽ 30 സ്റ്റിച്ചസ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത റൗണ്ടിൽ നമുക്ക് 30 സ്റ്റിച്ചസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതേപോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 7 റൗണ്ടിലും നമുക്ക് ഓരോ റൗണ്ടിൽ 30 സ്റ്റിച്ചസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. കാരണം അത് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്നും എവിടെ എൻഡ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഓരോ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നിങ്ങൾ ആ സ്റ്റിച്ച് മാർക്കർ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള 7 റൗണ്ട്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ആ ഒരു 7 more റൗണ്ട്സും കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ എണ്ണത്തിലും ഓരോ SC വെച്ച് ചെയ്തിട്ട് ടോട്ടൽ ഈ റൗണ്ടിൻ്റെ എൻഡിങ്ങിൽ എനിക്ക് 30 സ്റ്റിച്ചസ് ആണ് കേട്ടോ ഈ റൗണ്ടിൽ കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോകണം. അതായത് ഈ ഒരു ഇപ്പോൾ കാണുന്നത് വലിയ സർക്കിളല്ലേ, ഇതിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ ട്യുലിപ്പാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ട്യുലിപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ട്യുലിപ്പല്ല ഉണ്ടാക്കുന്നത്, ബട്ട് ഞാനതൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ട്യുലിപ്പ് ഇതേപോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്യുലിപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൗണ്ടിനെ ഇനി ചെറുതാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഈ റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ 8, അതായത് ഫസ്റ്റ് വരുന്ന 8 സ്റ്റിച്ചസിൽ ഞാൻ ഓരോ SC വീതം ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ വെച്ചതിൽ ഫസ്റ്റ്, പിന്നെ അതിൻ്റെ അടുത്തുള്ള ബാക്കി 7 എണ്ണത്തിലും സ്റ്റിച്ച് മാർക്കർ വെച്ചതിലും ബാക്കിയുള്ള 7 എണ്ണത്തിലും നമ്മൾ ഓരോ SC വീതം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 9ാമത്തെയും 10ാമത്തെയും സ്റ്റിച്ചിനെ നമ്മൾ ഡിക്രീസ് ചെയ്യും. അതിങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡിക്രീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഡിക്രീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം ചില ആളുകൾക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാനും ഫസ്റ്റ്ലി ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്ത് അതായത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഡിക്രീസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാണുന്ന 2 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, ആ 2 സ്റ്റിച്ചസിൻ്റെ ഫസ്റ്റിലെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ, അതായത് ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ 2 ത്രെഡ് കാണാൻ പറ്റും, 2 എണ്ണമായിട്ട്. അത്
അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 ത്രെഡ് വരുന്നുണ്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുക്ക്. അതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ അതിൻ്റെ മിഡിലൂടെയാണ് നമ്മൾ നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ആ 2 സ്റ്റിച്ചിനെയും കൂടെ നമ്മൾ ഒറ്റൊന്നാക്കി മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ 8 SC ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റിച്ചിലും ഓരോ SC വെച്ച് ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മൾ നമ്മുടെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ റൗണ്ട് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി നമ്മുടെ അടുത്ത റൗണ്ട് ഓഫ് ഡിക്രീസ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 1 2 3 ഫസ്റ്റ് വരുന്ന 3 സ്റ്റിച്ചിൽ നമ്മൾ SC ചെയ്ത് കൊടുക്കുക, ഓരോ SC വെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന 4th and 5th റൗണ്ട് സ്റ്റിച്ചസിനെ നമ്മൾ ഡിക്രീസ് ചെയ്യും. അതായത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡിക്രീസ് ചെയ്യുക. അതായത് നമ്മൾ ആ നീഡിൽ 2 സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ എന്താക്കണം, ഡിക്രീസ് ചെയ്യുക. ആൻഡ് അഗെയിൻ പിന്നെ വരുന്ന ഒരു 3 സ്റ്റിച്ചിൽ നമ്മൾ എന്താക്കണം, ഓരോ SC വീതം ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് 3 SC, പിന്നെ ഡിക്രീസ്, വീണ്ടും 3 SC, ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ റൗണ്ട് ആ ഒരു ഇത് കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ 1 2 ഫസ്റ്റിൽ വരുന്ന 2 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ SC വീതം ചെയ്ത് കൊടുക്കുക, പിന്നെ അടുത്ത ഡിക്രീസ് ചെയ്യുക. ആൻഡ് ഈ ഒരു പാറ്റേൺ 6 തവണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് 2 സ്റ്റിച്ചിൽ നമ്മൾ SC ചെയ്യുക, അടുത്തതിൽ ഡിക്രീസ് ചെയ്യുക, പിന്നെ ഈ 2 എണ്ണത്തിൽ നമ്മൾ ഓരോ SC വീതം ചെയ്യുക, അടുത്തതിൽ ഡിക്രീസ് ചെയ്യുക. അങ്ങനെ ടോട്ടലി നമുക്ക് ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് ആ റിങ്ങിൽ ഒരു 18 സ്റ്റിച്ചസ് ആയിരിക്കും കേട്ടോ ടോട്ടൽ വരിക. അപ്പോൾ അത് നമ്മൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും. പക്ഷേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ ഓരോ SC വീതം ചെയ്ത് കൊടുക്കുന്നു, അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ എന്താക്കുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ 2 SC ചെയ്യുന്നു, അടുത്തതിൽ ഡിക്രീസ് ചെയ്തു. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ്ലി ഒന്ന് എൻഡിങ് വരെ ചെയ്തിട്ട് വരാം.
അവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഐസൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. സേഫ്റ്റി ഐസ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എൻഡിങ്ങിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എസ്സി ഒരു ഡിക്രീസ്, ഒരു എസ്സി ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ ടോട്ടൽ 6 ടൈംസ് ഈ ഒരു പാറ്റേൺ നമ്മൾ തുടരണം. അത് ഒരു എസ്സി ചെയ്യുക, ഒരു ഡിക്രീസ് ചെയ്യുക, നെക്സ്റ്റ് വീണ്ടും ഒരു എസ്സി ചെയ്യുക, ഒരു ഡിക്രീസ് ചെയ്യുക. ഇത് നമ്മൾ ടോട്ടൽ 6 ടൈംസ് നമ്മൾ ചെയ്യണം. ആൻഡ് ആ റൗണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അതിൽ ഒരു 12 സ്റ്റിച്ചസ് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു സർക്കിൾ വീണ്ടും ചെറുതാവും കേട്ടോ. ഈ ഒരു റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്രോ ഫൈബർ കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാണ് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. പക്ഷേ മൈക്രോ ഫൈബറാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ റൗണ്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ ഒരു എസ്സി ഒരു ഡിക്രീസ്, സെയിം കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു എസ്സി ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതും 6 ടൈംസ് നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റിൽ നമുക്ക് എത്ര എണ്ണം ടോട്ടൽ 6 സ്റ്റിച്ചസ് ആയിട്ട് അതിൽ വരും. അപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ട് നമ്മൾ ഫൈനലുള്ള ഒരു പാർട്ട്, അതായത് ബാക്കി വരുന്ന ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ പോവാണ്. കംപ്ലീറ്റ്ലി ഒന്ന് നമ്മളൊന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ നീഡിൽ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് നീഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നീഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആൻഡ് ആ ബാക്കി വരുന്ന യാണ് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോളിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചെടുത്താൽ മതി. ഓക്കെ, I never wanna look at a house in the garden. I never wanna lock you down. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബോഡി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ വിങ്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ 4 ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹുക്ക് ഇരിക്കുന്ന സ്റ്റിച്ചാണ് ഫസ്റ്റത്തെ സ്റ്റിച്ച് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചിലർക്കെങ്കിലും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പാർട്ടാണത്. അതായത് ഹുക്ക് ഇരിക്കുന്നത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചായിട്ടാണ് കൗണ്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഹുക്ക് ഇരിക്കുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു എസ്സി ചെയ്ത് കൊടുക്കാൻ പോവാണ്, സിംഗിൾ ക്രോഷി ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സിംഗിൾ ക്രോഷി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സിംഗിൾ ക്രോഷി ആയിരുന്നു. അതായത് നമ്മുടെ ആ ഒരു ലൂപ്പിൽ, അതായത് ഹോളിൽ നമ്മൾ ഹുക്കിനെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യുക. ആൻഡ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക. ബാക്കിയുള്ള 2 ഹോളിൻ്റെ അകത്ത് കൂടി നമ്മൾ എന്താക്കണം, ഹുക്കിനെ പുള്ളി ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് DC ആണ്. DC ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുക. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണത്തിലൂടെ പുറത്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണത്തിലൂടെ പുറത്തെടുക്കുക. ഇതാണ് DC. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹോൾ, അതായത് നമ്മുടെ അടുത്ത് വരുന്ന ഹോളിലും ഈ ഒരു DC തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിങ് ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ 2 വിങ്സ് നമുക്ക് വേണം. അപ്പോൾ 2 എണ്ണം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനുള്ള ഫീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യം മാജിക് റിങ് ചെയ്യുക, അതിൽ 6 SC ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ബോഡി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റെപ്പാണ്. അത് ഒരു മാജിക് റിങ് ചെയ്യുന്നു, അതിൽ 6 SC ചെയ്യുന്നു, എന്നിട്ട് മാജിക് റിങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള 6 SCയിൽ ഫസ്റ്റത്തെ SCയിലേക്ക് നമ്മൾ അതിനൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീറ്റ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ അതുപോലത്തെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ യാണാണ്, കാരണം അത് കാണാൻ കുറച്ചും കൂടി എല്ലാം യെല്ലോ ആക്കുന്നതിനേക്കാളും ഒരു റെഡോ ഓറഞ്ചോ നിങ്ങൾ ആഡ് ആക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെഡ് കളർ യാണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഫീറ്റും അതേപോലെ വിങ്സും കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നീഡിൽ യൂസ് ചെയ്തിട്ട് സ്ലീവ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് നല്ല വൃത്തിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കും.
അപ്പോൾ വിങ്സ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഐസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് യാണ് യൂസ് ചെയ്തിട്ട് കണ്ണ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സേഫ്റ്റി ഐസ് ആട്ടോ വെച്ച് കൊടുത്തത്. ശരിക്കും സേഫ്റ്റി ഐസ് ഇങ്ങനെയല്ല വെക്കേണ്ടത്, പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സേഫ്റ്റി ഐസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ചുണ്ട് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോവാണ്, അതിൻ്റെ ബീക്ക് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ യാണ് യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഐസ് വെച്ചിട്ട് വേണം ബീക്ക് നമ്മൾ ചെയ്തെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ബീക്ക് ഒരു സൈഡിലും ഐസ് വേറെ സൈഡിലും ആയി പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഐസ് എവിടെയാണോ വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് വിങ്സ് വെച്ചതിന് ശേഷം ഐസ് വെക്കുക, ഐസ് വെച്ചതിന് ശേഷം ബീക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബീക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ 2 ഫീറ്റും കൂടെ നമ്മളിതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ചിക്കൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള പോലെയുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു ഹാറ്റ് എന്ന രീതിയിൽ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രോഷ്യൻ്റെ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ക്യാപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അഥവാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അതിൽ ഞാൻ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്രോഷ്യ പ്രോജക്ട്സ് ഞാൻ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള നമ്മൾ അപ്ലോഡ് ചെയ്ത ക്രോഷ്യൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് ക്രോഷ്യ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റിച്ചസും കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് അത് ഓരോന്നായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട.